ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റൂമിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ കാണുന്നൊരു വ്യൂ ആണ് ഇത്. നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളും വലിയ വലിയ മരങ്ങളും കിളികളുടെ ശബ്ദവും മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതൊന്ന് കാണണേ. രാവിലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ആകെ വിറച്ചാണ് ഞങ്ങൾ നടന്നത് തന്നെ. ഇതൊക്കെ ഫ്രീസറിൽ വെച്ച പോലെ മരവിച്ചിരിക്കുകയാണ് ഗൈസ്, ഐസായിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ 2 പാക്കറ്റ് പാൽ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുക്കാനായിട്ട് പോയി വരുവാണ് ഇത്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കിച്ചണിൽ ഫ്രിഡ്ജ് ഇല്ലായിരുന്നു. അപ്പോൾ കെയർ ടേക്കറുടെ അടുത്ത് നമ്മൾ പാല് ഫ്രീസറിൽ വെക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടാണ് പോന്നിരുന്നത്. അപ്പോൾ അത് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ രാവിലെ തന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ആ പരിസരത്തൊക്കെ ഒന്ന് നടക്കുന്നത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അവിടെ ചെറിയ ചായക്കടകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് അതൊരു പ്രത്യേക രസമാണ്. പക്ഷേ ഇവിടെ ആ പരിസരത്തൊന്നും കടകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാനും കുട്ടിച്ചേട്ടനും കൂടെ ചുമ്മാ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. ഏലക്കായൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. താഴെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണട്ടെ. എനിക്ക് അങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഏലക്കായൊക്കെ നമ്മളങ്ങനെ നേരിട്ട് പച്ചക്ക് ഞങ്ങളുടെ അവിടെയൊന്നും ഇല്ല, ഏലത്തോട്ടമൊന്നുമില്ല. അപ്പോൾ കാണാനായിട്ട് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റാണ്. നോക്കട്ടെ, താഴെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഏലക്കായ, പച്ച ഏലക്കായ കാണുകയും ചെയ്യാം. നിങ്ങൾ കാണാത്തവരാരെങ്കിലും നിങ്ങൾക്കും കൂടെ കാണാമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞങ്ങളീ പോകുന്ന വഴിയുടെ 2 സൈഡിലും ഏലത്തോട്ടങ്ങളാണ് കേട്ടോ. നിറയെ കുറേ ഏലക്കായൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നെറ്റിട്ട് മൂടിയിട്ടിരിക്കുകയാണ് അവർ. ചിലപ്പോൾ അത് റോഡിലേക്ക് മറിഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പം ഞങ്ങൾ എന്തായാലും ഇത്രയും ദൂരം നടന്ന് വന്നത് നഷ്ടമായില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് പച്ച ഏലക്കായ കാണാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഏലച്ചെടിയുടെ താഴെ വേരിൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ ഇത് ശരിക്കും കായ ഉണ്ടായി വരുന്നത്. ഈ ഒരു ഏരിയ ഫുള്ളും ഏലത്തോട്ടങ്ങൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ പൂക്കൾ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുള്ള ചുവന്ന പൂക്കൾ. ആഹാ, നല്ല കിട്ടു വ്യൂ. നോക്കിയ സൂര്യപ്രകാശം വന്ന ആ ഏലത്തോട്ടത്തിലേക്ക് അടിക്കുന്ന കണ്ടോ, എന്ത് രസമുള്ള കാണാനായിട്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്രെയിം. അപ്പം അങ്ങനെ കൺകുളിർക്ക ഏലത്തോട്ടവും പച്ച ഏലക്കായൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു കേട്ടോ. ഇനി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് യാത്ര ആരംഭിക്കാനുള്ളതാണ്. രാവിലെ കൊടും തണുപ്പത്തും ഞങ്ങളുടെ പുരുഷജനങ്ങളൊക്കെ ആ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി കിട്ടോ. ഇവർക്കൊന്നും ഈ തണുപ്പ് ബാധിക്കുന്നില്ലേ ആവോ. ഇവിടെ രണ്ടുപേരും റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞോ. ഹലോ ഗൈസ്, നമ്മൾ ടൂർ പോകാനാണ്. ഞങ്ങൾ പോകുന്നത് മൂന്നാറാണ്. അപ്പോഴത്തെ കാണാം. ബൈ ഗൈസ്, അപ്പം ഞങ്ങൾ സെക്കൻഡ് ഡേ ആണിന്ന്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകാൻ പോകുന്നത് എവിടെയെന്നുള്ളത് വഴിയെ കാണിച്ചു തരാം. മൂന്നാറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കും ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ മൂന്നാർ ഗ്യാപ്പ് റോഡിലെ കാഴ്ചകൾ കണ്ടിറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയാണ്. തേയിലത്തോട്ടങ്ങളുടെ അവിസ്മരണീയമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് നല്ല ഭംഗിയുള്ള വ്യൂ പോയിൻറ്റുകളുണ്ട് അവിടെ. നമ്മുടെ കണ്ണിനൊക്കെ നല്ല കുളിർമ തരുന്ന നല്ല പച്ചപ്പ് നിറഞ്ഞ വ്യൂ പോയിൻറ്റുകൾ. ഈ കാണുന്ന ഏരിയയിലാണ് കേട്ടോ നമുക്ക് തേയിലത്തോട്ടങ്ങൾക്കിടയിലേക്കൊക്കെ പ്രവേശനമുള്ളത്. അങ്ങോട്ട് കയറാനായിട്ട് അവർ 50 രൂപയാണ് ചാർജ് ഈടാക്കുന്നത് കേട്ടോ. കുട്ടികൾക്കൊന്നും അവർ ചാർജ് ഈടാക്കുന്നില്ല. അവിടേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴുള്ള കാഴ്ചയുണ്ടല്ലോ, നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത അത്ര മനോഹരമായ കാഴ്ചയാണ്. നോക്കത്ത ദൂരത്തോളം നീണ്ടു പരന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് തന്നെ ഉണ്ട് കിട്ടുക. മഴക്കാലമൊക്കെ ആയിക്കഴിയുമ്പോൾ ചിലപ്പോൾ അട്ടയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് അങ്ങനെ അട്ടയുടെ ശല്യം അങ്ങനെയൊന്നുമില്ല. നമുക്കപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടോ ഒരു ഡിസ്റ്റർബൻസോ ഇല്ല. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് മാറും. അവിടെ ചെന്നപ്പോൾ തന്നെ കുഞ്ഞ് ആ പാറ ലക്ഷ്യമിട്ടിരുന്നു കേട്ടോ. അവൻ ആദ്യം തന്നെ ആ പാറയിലോട്ട് കയറുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്കും ഇൻട്രസ്റ്റ് ആയി. ഞങ്ങളും അങ്ങോട്ടേക്ക് കയറാനായിട്ട് പോവാൻ കേട്ടോ.
ആ പാറയുടെ മുകളിൽ കയറി നിന്ന് കാണുന്ന വ്യൂ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു ഏരിയ ഫുള്ളും നമുക്ക് അതിൻ്റെ പൊക്കത്തു നിന്ന് കാണാൻ പറ്റും. എന്ത് രസമാണ് കാണാനായിട്ട്. തേയിലത്തോട്ടം, അതിൻ്റെ അപ്പുറത്തുള്ള ആ മലയും ഒരു പ്രത്യേക ഭംഗിയായിട്ട്. ഇതിനു മുന്നേ ഞങ്ങൾ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി വന്നപ്പോൾ അവിടെ പെരിയ കനാൽ വാട്ടർഫോൾസിൻ്റെ അടുത്തായിട്ട് ബ്രൗൺ പേരയ്ക്ക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പേരയ്ക്കയുടെ സെയിംസ് പോലെ ഇരിക്കുന്ന സാധനം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഈ കാണുന്നത്. പേരയില പോലത്തെ ഇലയല്ല, ഒരു പ്രത്യേകതരം ചെടി. പക്ഷെ ഇതിലുള്ള ആ കായ നമ്മുടെ പേരയ്ക്കയുടെ തനി രൂപം തന്നെയാണ് കേട്ടോ. ടേസ്റ്റും ഒക്കെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണുള്ളത്. വലിപ്പം ഇത്രയും തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ, വലുതാവില്ല. ഈ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഇടയിൽ ഒരു പുൽമേട് പോലുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അവിടെ ഓടിച്ചാടി നടക്കുമായിരുന്നു. കുറച്ചധികം സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ റോട്ടിലേക്ക് കയറിയത് തന്നെ. അപ്പോൾ ആ റോഡരികിലൊക്കെ വഴിയോര കച്ചവടക്കാർ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. കരിക്കും ഉപ്പിലിട്ട ഐറ്റംസും. അതിലെനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്നത് കുരുമുളക് ഉപ്പിലിട്ടതാണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എത്രയൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റമായ പൈനാപ്പിളും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട ആ ഒരു ഐറ്റം ഉണ്ടോ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം ആയിരുന്നു. അപ്പോൾ അത് വാങ്ങി കുറേയൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടി കയറിയത്. അപ്പം ഞങ്ങൾ ഇത്രയും നേരം ഉച്ചഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ലൊരു ഏരിയ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടോ. ഇങ്ങനെ റോഡരികിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വേറൊരു വൈബാണ്. അപ്പം നമ്മുടെ ചിക്കൻ കറിയും പിന്നെ ഹാഫ് ബോയിൽഡ് പൊറോട്ടയും ചപ്പാത്തിയൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മുടെ ചിക്കൻ കറിയും കൂടെയാണ് നമ്മൾ ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ആശാൻ എവിടെ നിന്ന് വന്നോ എന്തോ, എന്തായാലും ആൾക്ക് നല്ല കുശാലായിരുന്നു കേട്ടോ. ആനയിറങ്കൽ ഡാമിൻ്റെ ഭാഗത്ത് മനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് പൊന്മുടി ഡാമാണ്. പൊന്മുടി ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മുടെ ഡാമിൻ്റെ അരികിലൂടെ തന്നെ നമ്മൾ പോകുന്നത് കേട്ടോ. ആ ഭാഗത്ത് ഒരു പാറക്കെട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ആ അരികിൽ ചെറിയൊരു ഇടുങ്ങിയ വഴി കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡാമിൻ്റെ അടുത്തുനിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ടേക്ക്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആ ഒരു ടൈമിനുള്ളിൽ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ്. പണ്ട് ഇതിൽ കൂടെ വാഹനമൊക്കെ കയറ്റുമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ വാഹനമൊന്നും കയറ്റാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം ഇത് പഴക്കം ചെന്ന പാലമായതുകൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്ന് കരുതിയിട്ടായിരിക്കണം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളും കണ്ടു കഴിഞ്ഞ് നമ്മളിനി വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളും കുറേ നല്ല നിമിഷങ്ങളുമായിട്ട് നമ്മുടെ ഈ യാത്രയും അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.